ഹായ് ഓൾ വെൽക്കം ടു മൈ ഹോം മൈ ലൈഫ്. മൈ ഹോം മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. നേരത്തെ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ വന്ന് ഒന്ന് കളിച്ച് ചിരിച്ച് പുറത്തൊക്കെ പോയി. ഇപ്പം അവരവരുടെ കാര്യങ്ങൾക്കൊക്കെ സെറ്റിലായി, സ്കൂളിലൊക്കെ പോയി തുടങ്ങി. മൂത്താൾ ബാംഗ്ലൂർക്ക് തിരിച്ച് ഹോസ്റ്റലിൽ പോയി. അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ ബാക്ക് ടു റൂട്ടീനായി. വീടിൻ്റെ എല്ലാ മുറികളൊക്കെ ആകെ മൊത്തം ഇതായിട്ട് കിടക്കുമായിരുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഭാഗം കാണിച്ചു. ഇനി പിറ്റേ ദിവസം ബാക്കിയുള്ള മുറികളൊക്കെ ക്ലീൻ ചെയ്യണം എന്ന് പറയുമ്പം ഞാൻ ഫ്ലോർ ക്ലീനിങ് ഒന്നും അതിനകത്ത് പെടുത്തുന്നില്ല. എല്ലാം റീഅറേഞ്ച് ചെയ്യുക, സാധനങ്ങളെല്ലാം അതിൻ്റെതായ സ്ഥലത്ത് കൊണ്ട് വയ്ക്കുക, അലക്കാനുള്ള തുണികളൊക്കെ കൂട്ടി വയ്ക്കുക, പറ്റുമെങ്കിൽ അത് പതുക്കെ കുറേശ്ശെ അലക്കുക. എല്ലാം കൂടി ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാം ക്ലീനിങ്ങും ഡസ്റ്റിങ്ങും മോപ്പിങ്ങും റീഅറേഞ്ചിങ്ങും എല്ലാം ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറേശ്ശെ അങ്ങനെ. പിന്നെ അതുപോലെ ബെഡൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടാം, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാം, ടേബിളൊക്കെ വൃത്തിയാക്കാം. ഇതൊക്കെ തന്നെയാണ്. അപ്പം നമുക്കിന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, മോളുടെ മുറിയൊക്കെ എപ്പോഴും തീരെ മോശമായിട്ടിരിക്കും. അവൾ ചെയ്യും, അത് അത്രയും കൂടി എടുക്കുമ്പോൾ മാത്രമാണ് അവൾ ചെയ്യുക. അപ്പോൾ അവൾ ഭയങ്കര ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യും, അല്ലെങ്കിൽ അതിങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ ഇടയ്ക്ക് കയറി, എനിക്കിങ്ങനെ കുറേ 2-3 ദിവസമൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. അപ്പം ഞാനത് വൃത്തിയാക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. ഈവൻ ദോ എനിക്ക് അങ്ങനെ വൃത്തിയായിട്ടിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ ചെയ്തു വെച്ചാലും അത് ബാക്കിയുള്ളവർ ചിലപ്പോൾ അത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റിയില്ല എന്ന് വരും. പക്ഷെ കുഴപ്പമില്ല, അവരെപ്പോഴെങ്കിലും അത് മനസ്സിലാക്കും. അപ്പോൾ അവർ ചെയ്തോളും എന്ന് നമുക്ക് വിശ്വസിക്കാം. പലപ്പോഴും ദേഷ്യപ്പെടാറൊക്കെ ഉണ്ട് കേട്ടോ. ചെയ്തുകൂടെ എന്നൊക്കെ നമ്മൾ ചോദിച്ചു പോവും, പറഞ്ഞു പോവും, ചെയ്യിപ്പിക്കുകയും ചെയ്യും. ചെയ്തില്ലെങ്കിൽ അവരെപ്പോഴെങ്കിലും ചെയ്തോളും. ബാക്കി നമ്മൾ ചെയ്യാന്നുള്ളത്.
എൻ്റെ ഓഫീസ് ഡെസ്ക്കാണത് കണ്ടില്ലേ. ഇതിപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും എന്തെങ്കിലും പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വെക്കുന്നത് എൻ്റെ ഡെസ്കുമേയായിരിക്കും. അപ്പോൾ ഇത്രയും അറേഞ്ചിങ്ങും ക്ലീനിങ്ങും ഒക്കെ ചെയ്തു വരുമ്പോൾ സമയം പോണതേ അറിയണില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂർ തന്നെ കഴിഞ്ഞു ഞാൻ ഇതൊക്കെ ചെയ്തു വന്നപ്പോൾ. അപ്പം നമ്മുടെ ഈ ക്രിസ്മസ് സ്റ്റാറും കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഈ സ്റ്റാറും ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ ഇനി ഈ കൊല്ലം ഡിസംബർ ആകുമ്പോൾ പുറത്തേക്ക് എടുക്കാം. അതുവരേക്കും എല്ലാ സാധനങ്ങളും സൂക്ഷിച്ചൊരു സ്ഥലത്ത് വയ്ക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.